അതിഥി ദേവോ ഭവ എന്നല്ലേ. എനിക്കങ്ങനെ കേട്ടോ. അതിഥികൾ വന്നാൽ എന്ത് കൊടുക്കണം ഏത് കൊടുക്കണമെന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. അതുപോലെ തന്നെ ഞാൻ കൊടുത്താൽ എനിക്ക് തൃപ്തി വരത്തുമില്ല കേട്ടോ. അയ്യോ ഇനിയും വേണമായിരുന്നല്ലോ കറികൾ, അല്ലെങ്കിൽ ഇനിയും വേണമായിരുന്നല്ലോ സാധനങ്ങൾ, അവർക്ക് ഓക്കെ ആണോ ഓക്കെ ആയോ എന്നൊക്കെയുള്ള ടെൻഷനാട്ടോ. ഈ അതിഥികളെന്ന് പറയുന്നത് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള 2 പേരാണ് കേട്ടോ. അങ്ങ് ഉത്തർപ്രദേശിൽ നിന്ന് വന്നതാണ്. മലയാളീസ് അല്ല കേട്ടോ, ഹിന്ദിയാണ്, നോർത്ത് ഇന്ത്യൻസ് ആണ്. എനിക്ക് വലിയ പിടിയില്ലാത്ത ഭാഷയാണ് ഹിന്ദി. കേട്ടാൽ കുറേശ്ശെയൊക്കെ മനസ്സിലാവുമെങ്കിലും പറയാനായിട്ട് മുച്ചേ മാലു നെയ് ഇതൊക്കെ അറിയത്തുള്ളൂ കേട്ടോ. കുറച്ച് വാക്കുകളെ അറിയത്തുള്ളൂ. പണ്ട് ഹിന്ദി സ്കൂളിൽ പഠിച്ചൊരു ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങൾ അത്രേ അറിയത്തുള്ളൂ കേട്ടോ. എങ്കിലും ഞാൻ പിടിച്ച് നിൽക്കും. ഇവരെനിക്ക് എത്രയും സ്പെഷ്യൽ ആവാനുള്ള കാരണം എന്താണെന്നറിയോ? ഇരുന്ന പയ്യനില്ലേ, അവനാട്ടോ നിഷാന്ത്. എനിക്ക് അവനെയാണ് അറിയാമെന്നുള്ളത്. അവൻ്റെ കസിൻ കൂടി കേരളം കാണാനായിട്ട് വന്നതാണ്. നിഷാന്ത് നമ്മൾ ഉത്തർപ്രദേശിൽ പോയപ്പോൾ, മധുര വൃന്ദാവൻ കാണാൻ പോയപ്പോൾ അവിടെയുള്ള ഓരോ സ്ഥലവും മുക്കും മൂലയും കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് നിഷാന്ത് നമ്മുടെ കണ്ണൻ ജനിച്ച് വളർന്ന സ്ഥലത്തുള്ള ആളാട്ടോ നിഷാന്ത്. ഒരുപാട് സന്തോഷം. കാരണം നമ്മളെങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതിൻ്റെ ഇരട്ടി ഞാൻ നിഷാന്തിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സക്സസ് ആയോ എന്നറിയത്തില്ല. അവർക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇല്ലേ താല്പര്യം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഉണ്ടാക്കി. പക്ഷെ വളരെ സന്തോഷത്തോടെ ആസ്വദിച്ചവർ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. എന്നെ സന്തോഷിപ്പിക്കാനാണോ എന്നറിയത്തില്ല. എന്തായാലും എനിക്ക് സന്തോഷം തോന്നി. ഭക്ഷണം കഴിച്ചു കൊള്ളാമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇത് നിഷാന്തിൻ്റെ കസിൻ ഖുഷിയാട്ടോ. ഖുഷിയെ മുല്ലപ്പൂവെല്ലാം ചൂടി ഒരു പൊട്ടെല്ലാം വെച്ച് കൊടുത്ത് ഞാനൊന്ന് നമ്മുടെ കേരള പെണ്ണാക്കി എടുത്ത് കേട്ടോ. കേരള പെണ്ണ് കംപ്ലീറ്റ് ആയിട്ടില്ല, എങ്കിലും ആക്കാൻ ശ്രമിച്ചു. അവരുടെ നാട്ടിൽ പൂ ഷാദിക്കൊക്കെ വെക്കാറുള്ളൂ എന്ന്, കല്യാണങ്ങൾക്ക് മാത്രമേ വെക്കാറുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഖുഷിയുടെ തലയിൽ ലേശം പൂ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് പൂവെല്ലാം വെച്ച് കൊടുത്ത് നമ്മൾ നേരെ കന്യാകുമാരിക്ക് വിട്ടു കേട്ടോ. അവിടെ ബോട്ടിങ്ങും ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ പോയതാ. പക്ഷെ എന്ത് പറയാൻ, 4:10 നമ്മൾ അവിടെ എത്തിയത്. 4 മണി വരെ അങ്ങോട്ടേക്ക് എൻട്രി ഉള്ളൂ കേട്ടോ. അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറെല്ലാം ക്ലോസ് ചെയ്തു. പണി പാളി. പിന്നെ കയറിയൊന്നുമില്ല കേട്ടോ. അത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. എന്തായാലും നിഷാന്തിനും ഖുഷിക്കുമൊക്കെ കന്യാകുമാരി കാണണമെന്ന് പറഞ്ഞു. കന്യാകുമാരി കൊണ്ട് കാണിച്ചു കൊടുത്തു. അത്രയും സാധിച്ചു കേട്ടോ. അവർക്ക് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല. അവർക്ക് അമ്പലങ്ങൾ കയറി ഇറങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ കൂടുതൽ ഇഷ്ടം. കാരണം നിഷാന്തിൻ്റെ ഫാമിലിയും കാര്യങ്ങളും ഒക്കെ ഒരു അമ്പലം ബേസ്ഡ്, അവരത്രയും ഭക്തിയിലൊക്കെ കഴിയുന്ന ഓരോ ആൾക്കാരാട്ടോ. അവർ നമുക്കൊക്കെ തരുന്ന ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ അവരുടെ മുന്നിൽ വളരെ വളരെ ചെറുതാണെന്നുള്ളൊരു ബോധം നമുക്ക് വന്നു തുടങ്ങും. അത്രയേറെ നല്ല മനസ്സിനുടമയാണ് നിഷാന്ത് എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കേരളത്തിൽ 2-3 ദിവസമായിട്ടുണ്ട്. ഇന്നിപ്പോൾ അവർ നാട് വിടുകയാണ്. കേരളം എല്ലാം കണ്ടു കഴിഞ്ഞു. കൊച്ചൊക്കെ കണ്ട് ഇനി എപ്പോഴെങ്കിലും കാണാം.